കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മുടെ വിഷയം. നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുകയാണ്, കേമദ്രുമ യോഗം എന്നാൽ എന്താണ്? കേമദ്രുമ യോഗം ഒരു ദോഷമായിട്ട് കേട്ടിട്ടുണ്ട്, അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ കേമദ്രുമ യോഗത്തിന് പറയുമ്പോൾ അതിന് മുമ്പ് ഒന്ന് രണ്ട് യോഗങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സുനഭായോഗം, അനഭായോഗം, ദുരിധുരായോഗം, കേമദ്രുമ യോഗം, ഇങ്ങനെ 4 യോഗങ്ങളാണ് നമുക്ക് ദോഷയോഗങ്ങളായിട്ട്. പല യോഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ അതീവ ദോഷകരമായിട്ട് പറയാറ് പതിവ്. ഈ യോഗങ്ങൾ മിക്കവരുടെയും ജാതകത്തിൽ കണ്ടുവരാറുണ്ട്. ഇതിന് ഭംഗം വരുത്തുന്ന യോഗങ്ങളും ജാതകത്തിൽ മിക്കവരുടെയും കാണാറുണ്ട്. അപ്പം അതിൽ ഈ 4 യോഗങ്ങളും ഓരോന്നായിട്ട് നമുക്ക് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഗ്രഹനിലയിലെ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന രാശിയുടെ 2ാം ഭാവത്തിൽ കുജ, ബുധ, ഗുരു, ശുക്ര മന്ദന്മാരിൽ ഒന്നോ അതിലധികമോ ഗ്രഹങ്ങൾ നിന്നാൽ സുനഭായോഗമായിട്ട് പറയാം. ചന്ദ്രന്റെ 12ാം ഭാവത്തിൽ മേൽപ്പറഞ്ഞ വിധം താരാഗ്രഹങ്ങൾ ഒന്നോ അതിലധികമോ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അനഭായോഗമായിട്ട് പറയാം. ചന്ദ്രൻ 2ലും 12ലുമായി പഞ്ചതാരാഗ്രഹങ്ങൾ ഒരുമിച്ചോ ഒറ്റയ്ക്കോ നിന്ന് കഴിഞ്ഞാൽ ദുരിധുരായോഗമായിട്ട് പറയാം. ഈ 3 യോഗങ്ങൾ ഒന്നുമില്ലെങ്കിൽ കേമദ്രുമയോഗമായിട്ട് പറയാം. ചന്ദ്രൻ്റെ 2ലോ 12ലോ ഗ്രഹങ്ങളില്ലെങ്കിലും ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ പഞ്ചതാരാഗ്രഹങ്ങൾ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ കേമദ്രുമയോഗത്തിന് ഭംഗം വരുന്നതായിട്ടാണ് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ 4 യോഗങ്ങളൊന്ന് പരിശോധിക്കാം. അപ്പം സുനഭായോഗം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സാമാന്യ ഫലമായിട്ടൊക്കെ പറയുമ്പോൾ അവനവൻ രാജതുല്യനായിട്ട് ജീവിക്കുമെങ്കിലും അതിൻ്റെ ഒരു ഗുണം ജീവിതത്തിൽ അവനോന് ചിലപ്പം കിട്ടിയില്ല എന്നൊക്കെ വരാം. അനഭായോഗമായിട്ടൊക്കെ പറയുമ്പോൾ പലതരത്തിൽ സംഭവിക്കാവുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഈ വ്യക്തിക്ക് അജ്ഞാശക്തി ഉള്ളവനായിട്ട് പറയപ്പെടുന്നുണ്ട്, ആരോഗ്യദൃഢഗാത്രനായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്, വിഷയസുഖങ്ങൾ പലതും ഉണ്ടാവാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്, ചാഞ്ചല്യം ഇല്ലാത്തവനായിട്ട് പറയപ്പെടുന്നുണ്ട്, സമാധാനപ്രിയനായിട്ട് പറയപ്പെടുന്നുണ്ട്. ദുരിധുരായോഗങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നാനാപ്രകാരമായിട്ട് ഇതും ഭവിക്കുന്നൊരു യോഗം തന്നെയാണ്. ഗുണമായിട്ടും ദോഷമായിട്ടൊക്കെ ഭവിക്കാറുണ്ട്. എന്നാലും കൂടുതലായിട്ടും വരുന്നത് ദുരിധുരായോഗത്തിൽ ജനിച്ച വ്യക്തി ധനികനും ദാനശീലനും പലവിധ വാഹനങ്ങൾ താല്പര്യമുള്ള ആളും ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നവനും പ്രത്യസമ്പത്തുള്ളവനും ആവുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത് ചില ഗ്രഹങ്ങളുടെ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഇതിൽ ദോഷമായിട്ടും ഭവിക്കാറുണ്ട്. കേമദ്രുമയോഗം വരുമ്പോൾ മേൽപ്പറഞ്ഞവ ഗുണകരമായിട്ട് അതിനെ ഭവിച്ചു എന്ന് വരട്ടെ. കേമദ്രുമയോഗം ഒരു ദോഷയോഗം തന്നെയാണ്. ഈ യോഗത്തിന് ചന്ദ്രരാശിയുടെ ഇരുപുറവും ഗ്രഹങ്ങളില്ലെങ്കിൽ ഈ യോഗങ്ങൾ ഉണ്ടായിട്ടായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് ചന്ദ്രരാശിയുടെ ഇരുപുറങ്ങളിലും മറ്റു ശുഭഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ യോഗം കേമദ്രുമയോഗം ഉണ്ടാകുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ ചന്ദ്രകേന്ദ്രത്തിൻ്റെ ബലവാനായ ഒരു ഗ്രഹമുണ്ടെങ്കിൽ അഥവാ പഞ്ചതാരാഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഈ യോഗത്തിന് ഭംഗം വരുന്നതായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഫലം വരാഹമിഹിരാചാര്യൻ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: രാജവംശത്തിൽ ജനിച്ച ആളായാൽ പോലും ഈ യോഗമുള്ള വ്യക്തി ദേഹത്തിനും വസ്ത്രാദികൾക്കും ശുചിത്വം പാലിക്കാത്തവനും എപ്പോഴും പലവിധ ദുഃഖാനുഭവങ്ങൾ അനുഭവിക്കുന്നവനും ദാസവൃത്തി ചെയ്യുന്നവനും ദൂതകർമ്മം മുതലായവ ചെയ്ത് നിത്യവൃത്തി കഴിക്കുന്നവനും കുലാചാര വിരുദ്ധമായിട്ട് ജീവിക്കുന്നവനും ആയിരിക്കുമെന്നാണ്. മറ്റ് യോഗങ്ങളൊക്കെ ഗുണകരമായിട്ട് വരുന്ന ഒരാൾക്ക് കേമദ്രുമയോഗം ദോഷമായിട്ട് വന്നു എന്നിരിക്കട്ടെ. അപ്പം ഇതിൽ ചില യോഗങ്ങൾ സ്വയാർജിത സമ്പത്തിന്, സ്വന്തമായിട്ട് ആർജിച്ചു വരുന്ന സമ്പത്തിന് മാത്രം യോഗമുള്ളവരുണ്ട്. ചില യോഗങ്ങളെന്ന് പറയുമ്പം പൂർവികരായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്ത്, അല്ലെങ്കിൽ പഴയ കാലത്ത് പറയും വിത്ത് കുത്തി ഉണ്ണുക എന്നൊക്കെ പറയും. പൂർവികരായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ മാത്രം വെച്ച് അനുഭവിച്ച് ജീവിക്കുക, പുതിയതായിട്ടൊന്നും ഉണ്ടാകാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ളതും ഈ സുനഭാനഭ യോഗങ്ങളിലൊക്കെ പറയപ്പെടാറുണ്ട്. ദുരിധുരായോഗത്തിൽ കൂടുതലായിട്ടും ശുഭഫലങ്ങളാണ് കണ്ടിരിക്കുന്നത്. അപ്പം ഇവരോടൊപ്പം നിൽക്കുന്നവർക്കാണ് ദുരിധുരായോഗത്തിൽ ഉയർച്ച കൂടുതൽ ഉണ്ടാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട്. പക്ഷേ കേമദ്രുമയോഗത്തിൽ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം നമുക്ക് ദോഷകരമായിട്ട് പറയുന്നു. കേമദ്രുമയോഗത്തിന് പരിഹാരമായിട്ട് നമ്മൾ
ചന്ദ്രനെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ജാതകം പരിശോധിക്കുമ്പം ഇരുപുറങ്ങളിലായിട്ട് നിൽക്കുന്ന നിജഗ്രഹങ്ങൾ ഏതാണോ അവയെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. കൂടുതലായിട്ട് നമുക്ക് ഈ യോഗങ്ങൾ ഏത് സമയത്താണ് നമുക്ക് ആളിന് ഉണ്ടാകുന്നത്? എല്ലാ കാലത്തും ഈ ആൾ ഇങ്ങനെ ഒരു നീചനായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കുളിക്കാതെ നനയ്ക്കാതെ വസ്ത്രനായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ദൂതനായിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ മാത്രം നിന്ന് ജീവിക്കുക, അവർ കൊടുക്കുന്ന എന്തെങ്കിലും ഒന്ന് കൊണ്ട് ജീവിക്കുന്നതിനവസ്ഥ ഏത് കാലഘട്ടത്തിലാണെന്ന് നമുക്ക് നോക്കണം. എല്ലാവർക്കും ഈ കേന്ദ്രീയ ജീവിതാവസാനം ഒന്നും ഉണ്ടായിക്കോണമെന്നില്ല. ആ കാലഘട്ടത്തിനാണ് നമ്മൾ വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് ഒരാൾക്ക് ജോലിയുണ്ട്, ഇപ്പം മാന്യമായ ശമ്പളമുണ്ട്, മാന്യമായ ജീവിത രീതിയൊക്കെ ഉണ്ട്, ഇവിടുത്തെ ഓഫീസിൽ ആൾ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ. അപ്പം അതൊരു കേന്ദ്രീയത്തിൻ്റെ വേറൊരു വശമാണ്. അപ്പം അതിൽ ഭംഗത്വം വന്നു കഴിഞ്ഞു. കേന്ദ്രീയത്തിന് ഭംഗത്വം ഉള്ളതുകൊണ്ടല്ലോ ഇയാൾ ഒരാളുടെ താഴെ നിൽക്കുകയാണ്, ഒരാളുടെ ദൂതനായിട്ടല്ല ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതിന് ആൾക്ക് പ്രയോജനമുണ്ട് താനും. എന്നാൽ ചിലരുണ്ട് ഒരാളുടെ കീഴിൽ നിൽക്കും, പക്ഷേ അവരിൽ നിന്നും ആട്ടും തുപ്പും കേൾക്കും, നമ്മൾ കഷ്ടപ്പെടുന്നതനുസരിച്ച് പ്രയോജനം ഉണ്ടാകത്തില്ല എന്നും അയാളെ എന്ന് കരുതി ജീവിക്കും. അവസാനം അയാൾക്ക് മനസ്സ് മാറുമ്പോൾ ഒന്ന് അയാൾ പിരിച്ചുവിടും, അല്ലെങ്കിൽ അയാളുടെ കൂട്ടത്തുനിന്ന് പോവും, വേറെ ആളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോയി ജീവിക്കും. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം തന്നെ കേന്ദ്രീയമത്തിൻ്റെ ഓരോ വശങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ഇതിനൊക്കെ വ്യാഴപ്രീതിയും ചന്ദ്രപ്രീതിയും ഒക്കെ ആവശ്യകതയായിട്ടുണ്ട്. നവഗ്രഹങ്ങൾ പ്രീതിപ്പെടുത്തുകയാണ് ആദ്യം തന്നെ വേണ്ടത്. പിന്നെ നമുക്ക് ജാതകം പരിശോധിച്ച് ഈ കോമദ്രവ്യയോഗം ഉണ്ടെങ്കിൽ അതിന് ഭംഗം വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ഉള്ള പ്രാർത്ഥനയും സാധാരണ ഉള്ള ആചരണ രീതികളും ഒക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതിയാവും. അപ്പം എന്തായാലും ജാതകവശാൽ ഒരാൾ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ ദോഷയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോടുള്ള പരിഹാര കർമ്മങ്ങൾ ചിന്തിക്കണം. ഞാനൊക്കെ ജാതകം എഴുതുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ദോഷങ്ങളാണെന്ന് എഴുതാറുണ്ട്. അതൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാമെന്നും ഒക്കെ സമ്പൂർണ്ണ ജാതകത്തിലൊക്കെ ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ജാതകം എഴുതുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. ആ കാലഘട്ടത്തിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം ഈ യോഗത്തിനെ പറ്റി അറിയാത്ത നമ്മുടെ സബ്സ്ക്രൈബറിനും മറ്റുള്ളവർക്കും ഇതിനെപ്പറ്റി ഒരു അറിവായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.